തിരുവനന്തപുരത്തു നിന്നും കുട്ടിയെ കാണാതായതായി പരാതി. വെഞ്ഞാറമൂട് കുത്തബുൽ ആലം ദറസിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. കൊല്ലം ഐത്തിൻ സ്വദേശി മുഹമ്മദ് സഹദിനെയാണ് 2-ാം തീയതി മുതൽ കാണാതായത്. ഉസ്താദ് തല്ലിയതിനു പിന്നാലെ ദറസിൽ നിന്ന് വീട്ടിലേക്ക് പോയ കുട്ടി വീട്ടിലെത്തിയിരുന്നില്ല. കുട്ടിയെ കാണാതായ വിവരം കൃത്യസമയത്ത് പോലീസിനെ അറിയിക്കാതെ ഉസ്താദ് മറച്ചുവെച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ CCTV ദൃശ്യങ്ങളുണ്ട്. 2-ാം തീയതി മുതൽ കാണാതായതാണ് കുട്ടിയെ. എന്താണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്? പരാതിപ്പെടാൻ വൈകിയോ? സ്മൃതി, ഈ വിഷയം നടക്കുന്നത് ഇക്കഴിഞ്ഞ 2-ാം തീയതി, അതായത് ഞായറാഴ്ചയാണ് വെഞ്ഞാറമൂടുള്ള പേരിമല പ്രവർത്തിക്കുന്ന കുത്തബുൽ ആലം ദർസിലാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അന്നേ ദിവസം 2 കുട്ടികൾ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ഈ ഉസ്താദ് ഈ മുഹമ്മദ് സഹദിനെ തല്ലുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മുഹമ്മദ് സഹദ് ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോട് പറഞ്ഞിരുന്നത് കൊല്ലം അയത്തിലേക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നെന്ന് പറഞ്ഞ് വേഗം തൂക്കി ഈ ദർസിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഇത് ഉസ്താദ് ഈ വിവരം അറിഞ്ഞുമില്ല. പക്ഷേ ഇന്നേ ദിവസം ഈ രാത്രിയോടുകൂടി കുട്ടിയെ കാണാതായപ്പോഴും ഈ ഉസ്താദ് കൃത്യസമയത്ത് വീട്ടുകാരോടോ അല്ലെങ്കിൽ സ്ഥലം പോലീസിനോടോ പരാതിപ്പെടാനോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. പിന്നാലെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് കൊല്ലം അയത്തിൽ വീട്ടുകാരെ വിവരം ഉസ്താദ് അറിയിക്കുകയും പിന്നാലെ വെഞ്ഞാറമൂട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുകയും ചെയ്തത്. നമുക്ക് കിട്ടിയ ഈ CCTV ദൃശ്യങ്ങൾ വെഞ്ഞാറമൂട്, അതായത് 2-ാം തീയതി വെഞ്ഞാറമൂടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനിടയായത്. അന്ന് രാത്രി 10 മണിയോടുകൂടി മുഹമ്മദ് സഹദ് വെഞ്ഞാറമൂട് ജംഗ്ഷനിലൂടെ നടന്നു പോകുന്നതും തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതുമായിട്ടുള്ള 2 ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനിടയായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ ഈ 14 വയസ്സുള്ള ഈ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ നടത്തി വരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ വാപ്പച്ചി കൂടിയായിട്ടുള്ള നജുമുദ്ദീൻ പറയുന്നത് അന്നേ ദിവസം തന്നെ ഉസ്താദ് പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ പോലീസിന് അതിവേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ ഇത് ഉസ്താദ് കൃത്യസമയത്ത് പോലീസിൽ പരാതിപ്പെടാൻ ഇടയാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും ഈ കുടുംബത്തിലെ എല്ലാവരും കുട്ടിക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ കുട്ടി വെഞ്ഞാറമൂടിന്റെ പരിധിയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബസ് കയറി മറ്റേതെങ്കിലും ദേശത്തേക്ക് കടന്നുപോയിട്ടുണ്ടോ എന്നുള്ള സംശയം എന്തായാലും SHO അടക്കമുള്ളവർക്ക് ഉണ്ട്. നിലവിൽ കുട്ടിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സ്ഥലം SHO അടക്കമുള്ളവർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ അപ്പോഴും കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കി കുടുംബം മുന്നോട്ട് പോവുകയാണ്. സ്മൃതി.